ഇടുക്കിയിൽ ഭൂരിപക്ഷം എംഎൽഎമാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസിന് അത് നഷ്ടപ്പെടാൻ കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചതാണെന്ന് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും CP മാത്യു കൂട്ടിച്ചേർത്തു. മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് രാജാക്കാട് പഴയവിടുതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവായങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനമായിരുന്നു CP മാത്യു ഉന്നയിച്ചത്. ഇടുക്കി ജില്ലയിൽ ആവശ്യത്തിന് MLA-മാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന കോൺഗ്രസിന് അതെല്ലാം നഷ്ടമായി. അതിന് കാരണം സീറ്റ് വീതം വയ്പ്പാണ്. വേണ്ടപ്പെട്ടവർക്ക് വീതം വച്ചത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നും ജനങ്ങൾ എത്ര കണ്ട് സഹിക്കുമെന്നും CP മാത്യു കുറ്റപ്പെടുത്തി. സീറ്റ് വീതം വെച്ചപ്പോ മച്ചാനൊക്കെ കൊടുക്കാൻ വീതം വെച്ചപ്പോ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തു വന്നപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ. ഒരു കാരണവശാലും ജയിപ്പിക്കില്ല എന്ന് വെച്ചാൽ ചെയ്യപ്പെട്ടു. ജനങ്ങൾ സഹിക്കുന്ന പരിധിയിൽ അങ്ങനെ വന്നപ്പോ ജില്ലാ പഞ്ചായത്തിൽ 2 സീറ്റുകൾ കൊണ്ട് ഒതുങ്ങിയുള്ളൂ. 4 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ ചില മേഖലയിൽ മാത്രമുള്ള കേരള കോൺഗ്രസ് പാർട്ടി ഉള്ളപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഗതികേട് ഇടുക്കി ജില്ലയിൽ ഉണ്ടായി. ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പിടിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും CP മാത്യു ആവശ്യപ്പെട്ടു. പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് കോൺഗ്രസ് എല്ലാ മണ്ഡലം കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് പഴയവിടുതിയിൽ CP മാത്യു നിർവഹിച്ചത്. പരിപാടിയിൽ രാജാക്കാട് പഞ്ചായത്തിലെ വാർഡ് പ്രസിഡന്റ് മാർക്ക് ID കാർഡുകൾ വിതരണം നടത്തുകയും ആദരിക്കുകയും ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ അധ്യക്ഷത വഹിച്ചു. R ബാലൻപിള്ള, KS അരുൺ, MD അർജുനൻ, ബെന്നി കുന്നേൽ, ബെന്നി പാലക്കാട്, മിനി ബേബി, കിങ്ങിണി രാജേന്ദ്രൻ, പ്രിൻസ് കന്യാകുഴിയിൽ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.